200 കോടിയും കടന്ന് കുതിക്കുകയാണ് ഗോട്ടിന്റെ കളക്ഷൻ. 2024 തമിഴ് സിനിമയിൽ വളരെ അപൂർവം ഹിറ്റുകൾ മാത്രമാണ് പിറന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമകളിലൊന്നായ മഹാരാജയെയും അതിവേഗം ഗോട്ട് മറികടന്നു കഴിഞ്ഞു. കോടികൾ നേടി കുതിക്കുമ്പോഴും ഗോട്ടിന് വിവാദങ്ങൾ പിന്തുടരുകയാണ്. ഇപ്പോൾ കോപ്പിയടി വിവാദമാണ് ചിത്രത്തെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നത്. ദളപതി വിജയെ നായകനാക്കി വെങ്കട് പ്രഭു ഗോട്ട് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഹോളിവുഡ് ചിത്രമായ ജെമിനി മാന്റെ റീമേക്കാണിത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ചിത്രം മറ്റൊരു സിനിമയുടെയും അഡാപ്റ്റേഷൻ അല്ല എന്നാണ് സംവിധായകൻ വെങ്കട് പ്രഭു വ്യക്തമാക്കിയത്. സിനിമയുമായി ബന്ധപ്പെട്ട് വന്നതൊക്കെ വ്യാജ വാർത്തകളാണെന്നും ജെമിനി മാനുമായി ഗോട്ടിന് യാതൊരു സാമ്യതകളും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ ആ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് വേറൊരു വിവാദമാണ്. മറ്റൊരു ഹോളിവുഡ് സിനിമയുമായി ഗോട്ടിനെ താരതമ്യപ്പെടുത്തുകയാണ് പ്രേക്ഷകർ. ഒരു ഹോളിവുഡ് ചിത്രത്തിൽ നിന്ന് പകർത്തിയതാണ് ഗോട്ടിലെ പല രംഗങ്ങളും എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി സിനിമ കണ്ടിറങ്ങിയ ചില പ്രേക്ഷകർ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രശസ്ത റെസ്ലർ ബാറ്റിസ്റ്റ പ്രധാന വേഷത്തിലെത്തിയ ഫൈനൽ സ്കോർ എന്ന സിനിമയുമായിട്ടാണ് ഗോട്ടിനെ പ്രേക്ഷകർ താരതമ്യപ്പെടുത്തുന്നത്. സ്കോട്ട്മാൻ സംവിധാനം ചെയ്ത ഫൈനൽ സ്കോർ ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗവും ഗോട്ടിന്റെ ക്ലൈമാക്സും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്നാണ് ഈ പോസ്റ്റ് പങ്കുവെക്കുന്നവർ വിലയിരുത്തുന്നത്. അമേരിക്കൻ എക്സ് മിലിറ്ററിക്കാരനായ മൈക്കൽ നോക്സ് മരുമകൾ ഡാനിയോടൊപ്പം ഫുട്ബോൾ മത്സരം കാണാനെത്തുന്നതും സ്റ്റേഡിയത്തിൽ റഷ്യൻ തീവ്രവാദികൾ ബോംബ് വെക്കാൻ ശ്രമിക്കുന്നതും നായകൻ അവരുടെ ഈ ശ്രമം പൊളിക്കുന്നതുമൊക്കെയാണ് ഫൈനൽ സ്കോർ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഉണ്ടായിരുന്നത്. റോ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന SATS എന്ന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഗോട്ട് പറഞ്ഞിട്ടുള്ളത്. വില്ലന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ നായകൻ സ്റ്റേഡിയത്തിലൂടെ ബൈക്കിൽ പോകുന്നതും വില്ലന്മാർ ചേസ് ചെയ്യുന്നതുമായ രംഗങ്ങളൊക്കെ ഫൈനൽ സ്കോറിലുണ്ട്. ഫൈനൽ മത്സര സമയത്ത് നായകന്റെയും വില്ലന്റെയും ഫൈറ്റും വില്ലന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരുമകളോട് തല ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന നായകനുമെല്ലാം ഫൈനൽ സ്കോറിന്റെ ഭാഗമാണ്. സമാനമായ രംഗങ്ങൾ ഗോട്ടിലുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഫൈനൽ സ്കോറിൽ ഫുട്ബോൾ മത്സരം കാണാനാണ് നായകനും പെൺകുട്ടിയും എത്തുന്നതെങ്കിൽ ഗോട്ടിലേക്ക് വരുമ്പോൾ അത് ചെന്നൈ മുംബൈ IPL മത്സരമായി മാറുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം. ഈ രംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കോപ്പി അടിച്ചതെന്നും ഒറിജിനൽ സിനിമയ്ക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഗോട്ട് നിർമ്മിക്കാമായിരുന്നല്ലോ എന്നുമാണ് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് വെങ്കട് പ്രഭുവിനോട് ചോദിക്കുന്നത്. വിവാദങ്ങൾ ഒരു സൈഡിലൂടെ പോകുമ്പോഴും ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് നടത്തുകയാണ് ഗോട്ട്. കളക്ഷൻ വാരി കൂട്ടുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. ഒപ്പം ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എത്തിയിട്ടുണ്ട്. തിയേറ്റർ റിലീസ് കഴിഞ്ഞ് 4 ആഴ്ചയ്ക്ക് ശേഷം ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് പ്രീമിയർ ചെയ്യുക എന്ന സൂചന വന്നിട്ടുണ്ട്. ഗോട്ടിന് യഥാർത്ഥത്തിൽ തിയേറ്ററിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ റൺ ടൈം ഉണ്ടെന്ന് വെങ്കട് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു. അൺകട്ട് പതിപ്പാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ യഥാർത്ഥ റൺ ടൈം 3 മണിക്കൂറും 20 മിനിറ്റുമായിരുന്നു. 18 മിനിറ്റിലധികം സെൻസർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നീക്കം ചെയ്തിട്ടുണ്ട്.